എന്താണ് ഇസ്മ മുആവല എന്താണ്? किसी की खिदमत या मेहनत मजदूरी के मुआवले को जिस लफ्ज़ से अदा किया जाता है इस इस्म मुआवला कहते हैं. ഒരാളുടെ അധ്വാനത്തിൻ്റെയോ അല്ലെങ്കിൽ ശ്രമത്തിൻ്റെയോ ഫലമായി അല്ലെങ്കിൽ പാരിതോഷികമായി നൽകുന്നതിനെയാണ് ഇസ്മു മുആവല എന്ന് പറയുന്നത്. ഉദാഹരണം, ചടായെ, റോട്ടി, ദിലായി, സിലായി. നമ്മളിവിടെ തച്ച് എന്നൊക്കെ പറയില്ലേ, പെയിൻ്റ് അടിക്കാർ തച്ച് പറയില്ലേ, കൂലി, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഇസ്മു ഹാലിയ. वो इसम जो फ़िअल या मफ़ऊल के कैफियत को ज़ाहिर करते हैं और ये भी मस्दर से बनता है. मसलन चलता हुआ, आता हुआ, गरता हुआ. ഇതായത് ഒരു വസ്തുവിൻ്റെ അവസ്ഥയെ പറയുന്ന, ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സാധനത്തിൻ്റെയോ അവസ്ഥയെ പറയുന്ന ഇസ്മാണ് ഇസ്മു ഹാലിയ. इस्म फ़ाइल, इस्म मफ़ऊल और इस्म हालिया कभी कभी सिफ़त के तौर पर भी इस्तेमाल कर जाता है. അതായത് ഇസ്മ ഫായിലാവട്ടെ, ഇസ്മ മഫൂലാവട്ടെ, ഇസ്മ ഹാലിയ ആയിക്കോട്ടെ, ഇത് അഡ്ജക്റ്റീവിൻ്റെ സ്ഥാനത്ത്, അതായത് വിശേഷണത്തിൻ്റെ സ്ഥാനത്ത് ഇടക്ക് യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് ഹാസിൽ മസ്ദർ. ഇസ്മ മുസ്തഖ് കെ മുൻദരിജെ ബിലാ चारों किस्में भी असल मस्दर से बनते और यह हासिल मस्दर कहलाते हैं क्योंकि ये मस्दर का कैफियत या असर ഫിഅലിയത്ത് കോ സാഹിർ കർത്തെ ഹെ. പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അവയെല്ലാം തന്നെ മസ്ദറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ മസ്ദറാണ് ഒരു കാര്യത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, വിശേഷണത്തെക്കുറിച്ച് പറയുക, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുക, അതിൻ്റെ കാലദൈർഘ്യത്തെക്കുറിച്ചെല്ലാം പറയുക.